കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര ചടങ്ങ് നടത്തി. കാപ്പിൽമേക്ക് ശ്രീ കുന്നയ്യത്ത് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. രാവിലെ 7:30 മുതൽ ഭാഗവത പാരായണം നടന്നു. രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് ശേഷം ഭാഗവത സമീക്ഷ, സമൂഹ സദ്യ എന്നിവയും നടന്നു. ഇതിനുശേഷം പാരായണം, സർവൈശ്വര്യ പൂജ, സമൂഹ പ്രാർത്ഥന, ദീപാരാധന, അന്നദാനം, കൈക്കൊട്ടിക്കളി എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ക്ലാക്കോട്ടിലം നീലകണ്ഠൻ പോറ്റി, മേൽശാന്തി പാലക്കോട്ടിലം അരുൺ നമ്പൂതിരി, യജ്ഞാചാര്യൻ ശിവശ്രീ ശബരിനാഥ് ദേവിപ്രിയ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ ഋഷികേശ് അമ്പനാട്, സന്തോഷ് പുല്ലമ്പള്ളിൽ, PK ജയനാഥൻ, യജ്ഞ സംഘാടക സമിതി ഭാരവാഹികളായ KK അനിൽകുമാർ, പ്രദീപ് പ്രഭ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. 20-ാം തീയതി വരെയാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ശ്രീ കുറക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിലെ 22ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം വിഷു ദിനത്തിൽ ഇവിടെ ആരംഭിച്ചു. 1-ാം തീയതി ഇവിടുന്ന് ആരംഭിച്ചു. ഇന്ന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള രുക്മിണി സ്വയംവര ദിനമായിരുന്നു. ഇന്ന് രാവിലെ രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ ഭഗവാന്റെ തിരുക്കല്യാണവും നടന്നു. ഇന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിലെ സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നു. മറ്റന്നാളാണ് ഈ യജ്ഞം സമാപിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.